ക്വസ്റ്റ്യനിൽ പറയുന്നത് 3 resistors 1 ohm 2 ohm 3 ohm are connected in series അല്ലേ? അതായത് 1 ohm 2 ohm 3 ohm കണക്റ്റഡ് ഇൻ സീരീസ്. ഇതാണ് സീരീസ് കണക്ഷൻ. ഒന്നിൻ്റെ എൻഡിനോട് വേറൊന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ കോമ്പിനേഷൻ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ സെൽ ഓഫ് 12 വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ടാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. അതേപോലെ തന്നെ ഒബ്റ്റെയിൻ ദി പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? RS is equal to R1 plus R2 plus R3. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1 ohm plus 2 ohm plus 3 ohm. That is 1 plus 2 3 plus 3 6. എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. എത്രയാണ്? 6 ohm ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് നമ്മുടെ ഈ സർക്യൂട്ടിന് ഇക്വാലൻ്റായിട്ട് നമ്മൾ വരച്ചാൽ ഈ 3 റെസിസ്റ്റൻസിന് പകരം നമ്മൾ ഒറ്റ റെസിസ്റ്റൻസ് കിട്ടി നമുക്ക് 6 ohm. ഇതിന് ഒരു 12 ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 12 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വാലൻറ്റ് സർക്യൂട്ട്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താ? ഈ ഓരോ റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് എക്രോസ് ആയിട്ട് V1, ഇതിന് എക്രോസ് ആയിട്ട് V2, ഇതിന് എക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V3. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് V കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? V is equal to I into R ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് V കാണണമെങ്കിൽ I അറിയണം, R അറിയണം. നമ്മുടെ കയ്യിൽ റെസിസ്റ്റൻസ് വാല്യൂ നമ്മുടെ അടുത്തുണ്ട് അല്ലേ? 1 ohm 2 ohm 3 ohm. പക്ഷേ I ഇല്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ I കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, I സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് എല്ലാ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ ഈ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് എത്രയാണെന്നാണ് അറിയേണ്ടത് അല്ലേ? Therefore I is equal to V by R. V എത്രയാണ്? 12 by R. R എന്ന് പറയുന്നത് 6 ohm ആണ്. ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ആംപിയർ. ഈ സെല്ലിൽ നിന്നും നമുക്ക് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ്. അതായത് V1 കാണണമെങ്കിൽ I ഇൻറ്റു R1 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് വരിക? 2 ഇൻറ്റു R1 എത്രയാണ്? 1 ohm അല്ലേ? ദാറ്റ് ഈസ് 2 വോൾട്ട്. സിമിലർലി V2 is equal to I into R2 that's equal to 2 ampere into R2 2 ohm that is 4 volt. അതേപോലെ V3 is equal to I into R3 that's equal to 2 into 3 that is 6 volt. അപ്പോൾ ഈ 12 വോൾട്ട് സെല്ലിൻ്റെ 12 വോൾട്ട് ഈ 3 റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ഔട്ട് ആയി അല്ലേ? അതായത് V is equal to V1 plus V2 plus V3. നോക്കുക, അങ്ങനെയാണോ കിട്ടുന്നതെന്ന്? 2 plus V1 plus V2 plus V3 2 plus 4 plus 6 അതെത്രയാ? 2 plus 4 6 6 plus 6 12 അല്ലേ? ആ 12 വോൾട്ടിനല്ലേ നമുക്ക് ഇതിനെ ക്രോസ് ആയിട്ടും കിട്ടിയത്. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ വരുന്നത്.
current drawn from this cell 2 ampere, total effective resistance 6 ohm, voltage drop അല്ലെങ്കിൽ potential difference across each resistance 2 volt 6 volt 4 volt 6 volt, potential drop across each resistor. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ? ഇത് ഒന്നാമത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. സീരീസ് കോമ്പിനേഷൻ മാത്രമുള്ള പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടെക്സ്റ്റ് ബുക്കിൽ 3.4 എക്സസൈസ് നമ്പർ 3.4 ആണ് പറയുന്നത്. 3 റെസിസ്റ്റേഴ്സ് 2 ohm, 4 ohm, 5 ohm are combined in parallel. What is the total resistance of the combination? If this combination is connected to a battery of EMF 20 volt and negligible internal resistance, determine the current through each resistor and the total current drawn from the battery. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് 3 റെസിസ്റ്റൻസ്, അതായത് 2 ohm, 4 ohm, അതേപോലെ തന്നെ 5 ohm, 4 ohm, 5 ohm. ഈ 3 റെസിസ്റ്ററും എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്? ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, പാരലൽ കണക്ഷനാണ്. അതായത് 3ൻ്റെയും എൻഡ് പോയിൻറ്റ്സ് ഇങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ കോമ്പിനേഷൻ connected to a battery of EMF 12 volt. ഇതാണ് നമ്മുടെ കണക്ഷൻ. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? 1/RP is equal to 1/R1 plus 1/R2 plus 1/R3 അല്ലേ? 1/R12 plus 1/4 plus 1/5 2 4 5. ഇതിൻ്റെ LCM എടുക്കാം അല്ലേ? LCM ഏതാ വരിക? ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലെയർ ഏതാ വരിക? 20 അല്ലേ? 2 4 5 എന്ന് പറയുമ്പോൾ 20 ആണ് വരിക. അപ്പോൾ 20 ഡിനോമിനേറ്ററിൽ വന്നു. 20/2 10, 10 into 1 10 plus 20/4 5, 5 into 1 5 plus 20/5 4 into 1 4 അല്ലേ? ദാറ്റ് ഈസ് 10 plus 5 plus 4 19/20. ഇത് 1/RP ആണ്. Therefore RP equivalent resistance of parallel combination is equal to എന്ത് വരും? 20/19 ohm അല്ലേ? ഇതാണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് കിട്ടിയത്. അതായത് നമ്മൾ ഈ 3 റെസിസ്റ്ററിനെ നമ്മളൊരു ഇക്വാലന്റ് റെസിസ്റ്റർ വരച്ചാൽ, അതായത് ഈ 3 റെസിസ്റ്ററിന് പകരം നമ്മൾ ഒറ്റ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് പറയുന്നത്? 20/19 ohm ആണ്. ദിസ് ഈസ് കണക്റ്റഡ് വിത്ത് എ ബാറ്ററി ഓഫ് വോൾട്ടേജ് 12. ഓക്കെ, 12 വോൾട്ടാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിയത്. ഇനി ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. വാട്ട് ഈസ് ദി കറണ്ട് ത്രൂ ദി, നമ്മുടെ ഒന്നാമത്തെ എയിം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദി കറണ്ട് ഡ്രോൺ ഫ്രം ദി സെൽ? നമുക്ക് V is equal to I into R. Therefore I is equal to V/R. ഇവിടെ R എന്ന് പറയുന്നത് ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്, അതായത് RP. ദാറ്റ് ഈസ് ഇവിടെ കണക്ട് ചെയ്ത 12 വോൾട്ട് അല്ല, പകരം എത്രയായിരുന്നു? 20 വോൾട്ട് ആയിരുന്നേ. ക്വസ്റ്റ്യനിൽ 20 വോൾട്ടാണ്, 20 വോൾട്ടാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 20/19
ദാറ്റ് ഈസ് എത്ര വരിക 20 ക്യാൻസൽ ചെയ്താൽ 19 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട്. ഈ 19 ആംപിയർ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തിയാൽ ഈ ഓരോ സെല്ലിലൂടെയും ഓരോ റെസിസ്റ്ററിലൂടെയും ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു അല്ലേ, സ്പ്ലിറ്റ് ആയി പോവും. I1 I2 I3 ടോട്ടൽ കറണ്ട് നമുക്ക് കിട്ടി. ഇതിൽ പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ വി സെയിം ആയിരിക്കും അല്ലേ. ഇത് 20 വോൾട്ട് ആണെങ്കിൽ ഈ 2 ഓമിൻ്റെ എൻ പോയിൻറ്റ്സിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെയാണ്? 20 വോൾട്ട് തന്നെയാണ്. 4നും 20 വോൾട്ടാണ്, 5നും 20 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ I1 = V/R1 അല്ലേ. വി എത്രയാണ്? 20 അല്ലേ. 20/R1. R1 എത്രയാ? 2. That's equal to 10 ampere. Similarly, I2 = ഈ 4 ഓമിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ 4 ഓമിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിൻ്റെ വി പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അറിയണം. വി അതെത്രയാ? 20 തന്നെ. V/R2 ദാറ്റ് ഈസ് 20/4. ദാറ്റ്സ് ഈക്വൽ ടു 5 ആംപിയർ. സിമിലർലി അടുത്ത എന്ത് വരും? I3 = V/R3 that's equal to 20/5 that is 4 ampere. 10 ampere, 5 ampere, 4 ampere. ഇത് മൂന്നും കൂട്ടിയാൽ I1 + I2 + I3 കൂട്ടിയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 19 ആംപിയർ തന്നെ കിട്ടും അല്ലേ. നോക്കുക, 10 + 5 15, 15 + 4 19 കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 പ്രോബ്ലം, സിമ്പിൾ പ്രോബ്ലം. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് കോംപ്ലക്സ് സർക്യൂട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒന്ന് സീരീസ് കോമ്പിനേഷൻ, മറ്റേത് പാരലൽ കോമ്പിനേഷൻ. ഇനി കോംപ്ലക്സ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മിക്സിംഗ് ആണ് വരിക. സീരീസും പാരലലും കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്ത സർക്യൂട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വോൾട്ടേജ് കണ്ടുപിടിക്കുക, കറണ്ട് കണ്ടുപിടിക്കുക, അതേപോലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ 3 കാര്യമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കുക, കറണ്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓംസ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. V = I × R. സീരീസ് കണക്ഷനിൽ I സെയിം ആയിരിക്കും. അതായത് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ I സെയിം. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? വി സെയിം ആയിരിക്കും. ഇതെപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.